ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹസ്ബീസ് വേൾഡ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി ഒരു കേക്കിലൊരു ചെറിയ അത്തപ്പൂക്കൾ ഇട്ടാലോ? അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഐസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ അരമണിക്കൂർ സെറ്റ് ആവാൻ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഡെക്കറേഷനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1.5 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 kg-യും 2 kg ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വീഡിയോ കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഞാൻ വെറൈറ്റി ഡിസൈനൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഏത് കേക്കിൽ വേണമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഇതിലേക്ക് കൊടുക്കാൻ പോകുന്ന കളറ് പിങ്കും അതുപോലെ തന്നെ ഗ്രീൻ ആയിട്ടുള്ള കളറാണ്. അപ്പം രണ്ടിൽക്കും ഞാൻ ഒരൊറ്റ നോസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു നോസിൽ എടുക്കുക, അങ്ങനെ ഹോളായിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് ഒരു പൈപ്പിംഗ് ബാഗ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് നോസിൽ വലിയ ഗുണമുള്ളതൊന്നുമല്ല കേട്ടോ. നമ്മളെ നൂറിൻ്റെയും ആ ഒരു നോസിലിൻ്റെ ഒന്നും പെർഫെക്ഷൻ ഇതിന് കിട്ടണില്ല. പക്ഷേ ഇതിൻ്റെ റൗണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോളില്ല, ഒറ്റ ഹോളില്ല ഒരു ഇത്, അല്ലെങ്കിൽ പൈപ്പിംഗ് കവർ കട്ട് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നമ്മളെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ പിങ്ക് കളറ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം, ഏത് പൂവാണെങ്കിലും ഇതുപോലെ വരയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കേക്ക് നന്നായിട്ട് സെറ്റായിരിക്കണം എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അയ്യോ പണി പാളിയല്ലോ, പണി പാളി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇതിൻ്റെ തന്നെ സെയിം ഒരു ചെറിയ റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം വരച്ചത് ആ റൗണ്ട് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ നോസിലിനെ കാണാനില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തപ്പം വലിയ ഹോളായിപ്പോയി. അപ്പോൾ നമ്മളെ നോസിൽ മാറിയ സ്ഥിതിക്ക് ആ നോസിൽ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഫ്ലവറിനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സൈസ് പൂവാവുകയും ചെയ്തു. വലിയത് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഫ്ലവറൊന്നും അല്ല കേട്ടോ ഇതിൽ വരയ്ക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഫ്ലവറുകൾ തന്നെയാണ്. എല്ലാത്തിനും ഒരേ സൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നോസിലൊന്നും അല്ല കേട്ടോ. എൻ്റെ മോളൊരു ടോയ് ഉണ്ടായിരുന്നു, അതിലുണ്ടായിരുന്ന എന്താണ്ട് സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതിന് ചെറിയ ഹോൾ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിന് കുറച്ചും കൂടി ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സംഭവമാക്കിയെടുത്തു, നമ്മളെ നോസിലാക്കിയെടുത്തു. അത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഫ്ലവർ വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരക്കുമ്പം ഇതുപോലെ തന്നെ വരക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കലാവാസന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല സൈസിലുള്ള ഫ്ലവർ അവിടെ ആയിട്ട് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ഫ്ലവർ മോഡലല്ലെങ്കിൽ തന്നെ പല മോഡലാണെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കുക കേട്ടോ. എല്ലാത്തിനും നമ്മളെ കേക്ക് നല്ല സെറ്റായിരിക്കണം, അപ്പോഴേ നമുക്ക് ഇതുപോലെ പരിപാടികളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ക്യാമറയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര കണ്ട് പെർഫെക്ഷൻ ആയിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ വരുമ്പോൾ ചെറിയ ഫ്ലവർ തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ്, ഇങ്ങനെ മൂർച്ചയുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ, ഇതുപോലത്തെ സ്പൂൺ തന്നെ വേണമെന്നില്ല, ഈ പാലറ്റ് നൈഫ് പോലെ മൂർച്ചയുള്ള ഒരു ഭാഗം വെച്ചിട്ട് വേണം നമ്മൾക്ക് അടുത്ത ഇതിൻ്റെ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾക്കിത് സ്പൂൺ വെച്ചിട്ടും ചെയ്യാൻ പറ്റൂട്ടെ ഈ ഒരു ഡെക്കറേഷന്. അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്രീം ഉണ്ടല്ലോ, ക്രീമിൽ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ക്രീം നമ്മളെ പാലറ്റ് നൈഫിലാവുന്ന ടൈമിൽ നമ്മളതൊന്നിങ്ങനെ തുടച്ച് മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ക്ഷമയോടുകൂടെ കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മൾക്കിത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്യാമറയിലൂടെ ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഈസിയാണ്, ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഇതുപോലൊരു ഡെക്കറേഷന് കേക്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ പാലറ്റ് നൈഫോ കത്തിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് വലിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവറിലും ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ലീവ്സ് വരയ്ക്കുന്നുണ്ട്. നമ്മളെ പൂവിന് ഓരോരോ ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ലീഫ് ഇതുപോലെ ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഒരു കളറ് പൈപ്പിംഗ് കവറിൽ നിറച്ചതിന് ശേഷം മറ്റൊരു കവറിൽ നമ്മൾ നോസിലിട്ടിട്ട് ഇട്ട് കൊടുത്തത്. നമുക്കപ്പം ഒരു നോസിൽ വെച്ചിട്ട് തന്നെ കവറൊന്ന് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ഓരോ ഫ്ലവറിനും ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ നമ്മൾ ഇത് സൈഡിൽ നിന്നാണ് വലിച്ചു കൊടുക്കുന്നത്. ക്രീമിൽ ജസ്റ്റ് ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് തൊടുക, എന്നിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ലീഫും ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണട്ടോ. പുതുതായിട്ട് നമ്മൾ ഇതിൽ വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഫുള്ളായിട്ട് തന്നെ ഫ്ലവറൊക്കെ വരച്ചിട്ടുണ്ട്, നല്ല അത്തപ്പൂക്കളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ലാസ്റ്റ് ഡെക്കറേഷനാണ്. നമ്മൾ പൂവിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ്, ഞാനിപ്പോൾ സിൽവർ ഷുഗർ ബോൾസാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മളെ കേക്കിൻ്റെ ഫുൾ ഫിനിഷിംഗ് ആവും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ വന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.